എറണാകുളത്തേക്ക് വണ്ടിയിൽ പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ അവസാനമല്ല ആ ലൈറ്റുകൾ മുഴുവനും അണയ്ക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി, ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി എറണാകുളത്ത് പോയിട്ട് പടച്ചവനെ കാത്തുകിടക്കുന്ന യുവത്വേ, എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോന്. അതിന് സാരമായി കളയേണ്ട ഒരു പാപമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങള്, പടച്ചറപ്പിനെ പേടിക്ക്. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹനെ കാണേണ്ടത്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത്, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ ഇതേ കണ്ണുകൊണ്ട് നിന്നെ പടച്ച റബ്ബിനെ കാണണ്ടേ പെങ്ങള്. എന്റെ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ടാണ് നീ അല്ലാഹനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് മുത്തുനബിയെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ, അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകുമായിരുന്നു. ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ഒരു ദിവസം അവിടെ നിന്ന് ഈശാ നമസ്കാരം കഴിഞ്ഞു തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഈശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങൾക്ക് നടുവിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണോടുകയാ. ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് ഈ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. അല്ലാ, ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്. ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ. അല്ലാഹുവേ, എല്ലാം നശിച്ചു പോയല്ല അല്ലാ. ഇത്രയും വർഷക്കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സർവ്വതം നശിച്ചു പോയല്ല അല്ലാ. ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരന്യ പെണ്ണ് തന്റെ ശരീരത്തെ തൊട്ടപ്പോ, ഒരന്യ പെണ്ണ് പാതിരാത്രി ആരും കാണാതെ തന്റെ മാരടത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ, ബോധം കെട്ട് താഴെ വീണു. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനമേതോ വഴിയാത്രക്കാര് ഈ ചെറുപ്പക്കാരന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രായമുള്ള പിതാവ് കാത്തു നിൽക്കുകയാണ്. അതാ അവിടുന്ന് സ്വഹാബത്ത് തന്റെ പൊന്നാര മകൻ
മകനെ ചുമന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അതാ വാപ്പ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. തന്റെ മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഖസ്റ ദുനിയാ വല്ലാഖിറ, എന്ന ദുനിയാവും ആഖിറവും പോയി വാപ്പാ. വ്യഭിചാരിയായി ഒരന്യ പെണ്ണന്റെ ശരീരത്ത് പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് തന്റെ പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, എന്തിനാ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി, പൊന്നാര മകന് കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം മകൻ പറഞ്ഞു, വാപ്പാ ഉമർ തങ്ങളോട് ചോദിക്കൂ. അവസാനം ആ പിതാവ് ഉമർ തങ്ങളുടെ മുന്നിൽ ചെന്നു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമകനെ തെറ്റുകാരനല്ല, അല്ലാഹു അവനെ പുറത്തു കൊടുക്കുമെന്ന് അവിടെന്ന് പറയുമ്പോ അവസാനം വാപ്പ തന്റെ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവേ, ഒരന്യ പെണ്ണന്റെ ശരീരത്തെ തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. പടച്ചവനെ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ച് ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാ. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഈ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, വാപ്പ വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കാണുകയാ. അവസാനം ഈ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു, പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. പെങ്ങളെ, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തെ തൊടാമെന്നാല് ആ സമയത്ത് നീ പിന്മാറണ്, അവന്റെ കൂടെ നീ കൂടരുത്. ആ സമയത്ത് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ, ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവളാകട്ടെ, നിന്റെ ഫ്രണ്ടാകട്ടെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയാകട്ടെ, പൊന്നുമോനെ വേണ്ടടാ, ആ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ജനാസ ആ ഖബറിന്റെ ഭാഗത്തിരുന്നിട്ട് ആ പൊന്നു മകനോട് പറഞ്ഞു, മോനെ നിനക്കല്ല രണ്ട് സ്വർഗം തരുമടാ എന്നവിടെന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അവിടെയാടാ കണ്ടുപിടിക്കേണ്ടത്. ആ ചെറുപ്പക്കാരെയാണ് നീ കൂട്ടുകാരനാക്കേണ്ടത്. അവരുടെ സ്വഭാവമാണ് നിയമ ജീവിതത്തിൽ പിൻപറ്റേണ്ടത്.